കായംകുളത്തേത് ഒരൊറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് എൻ്റെ പക്ഷം. കാരണം നമ്മുടെ മുന്നിലുള്ള 5-6 വിഷയങ്ങളുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്ത് മംഗലപുരത്തുള്ള വിഷയം, പത്തനംതിട്ടയിൽ തിരുവല്ലയിലുള്ള വിഷയം, കായംകുളത്തുള്ള വിഷയം, അമ്പലപ്പുഴയിലുള്ള വിഷയം, പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലുള്ള വിഷയം. 5 ഇടങ്ങളിലാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളുണ്ടായത്. 38,000-ഓളം ബ്രാഞ്ച് സമ്മേളനങ്ങൾ വളരെ സമാധാനപരമായി, സമാധാനപരം എന്നുദ്ദേശിക്കുന്നത് അവിടെയൊക്കെ പൊട്ടലും ചീറ്റലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ആ പാർട്ടി കരുത്താർജിക്കുക എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാര്യം അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായിട്ടുണ്ടാവുന്നു. അന്ന് PV Anwar ഉണ്ടാക്കിയ കോളിളക്കം ബ്രാഞ്ച് കമ്മിറ്റികളിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്ന് വിമർശനം ഉന്നയിക്കുന്നു. അതാണല്ലോ പാർട്ടിയുടെ അടിസ്ഥാനമായിട്ടുള്ള ആശയം. ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്ന ആശയം തന്നെ അതാണ്. നിങ്ങൾ തുറന്നു തന്നെ വിമർശിക്കണം, എന്നാൽ പ്രവർത്തിക്കാൻ പോകുന്ന സമയത്ത് ഒരുമയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നടക്കുന്ന വലിയ ആശയപരമായ സംവാദങ്ങളെയും ചർച്ചകളെയും പാർട്ടിയിലെ പൊട്ടിത്തെറിയായിട്ട് കാണുന്നത് നമ്മളുടെ ചെറിയ മനസ്സിൻ്റെ പ്രതിഫലനമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ 5 ഇടങ്ങളിലെ വിഷയം 5ഉം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. കാരണം ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ വ്യത്യസ്തങ്ങളാണ്. പക്ഷേ ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് താനും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. മംഗലപുരത്തെ വിഷയത്തിലേക്ക് വന്നാൽ മധു മുല്ലശ്ശേരി പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഞാനൊരു രാഷ്ട്രീയ നേതാവായി പോയില്ലേ, അതുകൊണ്ട് മറ്റേതെങ്കിലും പാർട്ടി പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്നാണ്. ഒരു രാഷ്ട്രീയ നേതാവായി തീർന്നാൽ മറ്റേതെങ്കിലും പാർട്ടി പ്രവർത്തിക്കാതിരിക്കാൻ ഇദ്ദേഹം എന്താ പോലീസ് കോൺസ്റ്റബിളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ പദവിയുള്ള ആളാണോ? അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിൽ തുടങ്ങി, ബ്രാഞ്ചിൽ തുടങ്ങി, ലോക്കലിൽ തുടങ്ങി, ഏരിയയിലൂടെ വളർന്ന് ഏരിയ സെക്രട്ടറി ആയ മനുഷ്യൻ 2 വർഷം തുടർച്ചയായി ഏരിയ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ 3ാമത് ഏരിയ സെക്രട്ടറി ആകുന്നതിന് തടസ്സമുണ്ടെന്നും ആ തടസ്സത്തിന് പിന്നിൽ വി ജോയി ആണെന്നും കണ്ടെത്തി വി ജോയിക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് ഏരിയ സെക്രട്ടറിക്ക് സമ്മേളനം നടക്കുന്ന വേദിക്ക് പുറത്ത് വന്നിട്ട് ഞാൻ പാർട്ടി വിടുന്നു എന്നാണ് ഈ മധു മുല്ലശ്ശേരി പറയുന്നത്. അവിടെയാണ് മധു മുല്ലശ്ശേരിയുടെയും വി ജോയിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ നമ്മളൊരു വിഭാഗീയതയായി ചിത്രീകരിക്കുന്നത് കൊണ്ടൊരു അർത്ഥമില്ല. അത് മധു മുല്ലശ്ശേരിയുടെ ഏരിയ സെക്രട്ടറി ആവാനുള്ള ഒരു താല്പര്യം അതിനകത്ത് പ്രകടമാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനൊരു കാരണം പറയാം. അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട് ഇത് പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. മറ്റൊന്നും അദ്ദേഹം പറയുന്നില്ല. ഇത് വി ജോയിയുടെ പ്രശ്നമാണ്, വി ജോയിയാണ് എന്നെ ആക്കാത്തത്, വി ജോയി വിഭാഗീയത വളർത്തുന്നു. പക്ഷേ അതിനൊന്നും തെളിവുകൾ മധു മുല്ലശ്ശേരി നൽകുന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഒരു സെക്രട്ടറി ആവാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ പുറന്തള്ളുന്നു. അതുകൊണ്ട് അതേതെങ്കിലും ഒരു വിഭാഗീയ പ്രവർത്തനമായി ഞാൻ കണക്കാക്കുന്നില്ല. അത് മധു മുല്ലശ്ശേരിയുടെ ഒരു താല്പര്യം മാത്രമാണ്, അഥവാ താല്പര്യ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് പാർട്ടിക്കുള്ളിൽ. അത് പാർട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാകുമല്ലോ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. അതാണ് ഇന്ന് MV ഗോവിന്ദ മാഷ് പറഞ്ഞൊരു കറക്റ്റീവ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം മധു മുല്ലശ്ശേരിമാരെ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ മധു പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് ഏരിയ കമ്മിറ്റിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. വലിയ കാര്യമായ തട്ടുകേട് ഏരിയയ്ക്ക് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ കായംകുളത്ത് അങ്ങനെയല്ല. കായംകുളത്ത് ഏറ്റുമുട്ടുന്നത് സൂസൻ കോടിയും PR വസന്തനും തമ്മിലുള്ള 2 ഗ്രൂപ്പാണ്. മൊത്തം 10 ലോക്കൽ കമ്മിറ്റികളുണ്ട്. ആ 10 ലോക്കൽ കമ്മിറ്റികളിൽ 8 എണ്ണവും ഞാൻ മനസ്സിലാക്കുന്നത് നിൽക്കുന്നത് PR വസന്തനൊപ്പമാണ്. 2 എണ്ണം മാത്രമാണ് സൂസൻ കോടിക്കൊപ്പം. സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സൂസൻ കോടി. PR വസന്തനാണെങ്കിൽ അവിടെയുള്ള ജില്ലയിലെ പാർട്ടിയെ കെട്ടിപ്പിടിക്കുന്നതിലും പ്രത്യേകിച്ച് VS-ൻ്റെ കാലത്തും പിന്നെ അതിനുശേഷം പിണറായിയുടെ കാലത്തുമൊക്കെ മികച്ച സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ആൾ. DYFയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു PR വസന്തൻ. അപ്പോൾ PR വസന്തൻ്റെ കയ്യിലാണ് ബാക്കിയുള്ള 8ഓളം ലോക്കൽ കമ്മിറ്റികൾ ഇരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം HA സലാമിനെതിരെ ഉയർത്തുന്നു. നേരത്തെയുള്ള ഉണ്ണിയുമായി ബന്ധപ്പെട്ട, ഉണ്ണിയുടെ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അവിടെ അതൊന്നും വലിയ പ്രാധാന്യമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ തെരുവിൽ ഉയർത്തപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് കൊള്ളക്കാരിൽ നിന്ന് രക്ഷിക്കണം, പെണ്ണുപിടിയന്മാരിൽ നിന്ന് രക്ഷിക്കണം തുടങ്ങിയ വാദങ്ങളായി മാറുന്നത് നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ പറയുന്ന 2 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഞാൻ വിഭാഗീയത എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. നമ്മൾ സാധാരണ കോൺഗ്രസ് പാർട്ടിയിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഗ്രൂപ്പിസമാണ് യഥാർത്ഥത്തിൽ കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. കോൺഗ്രസ് പാർട്ടിയിലും അങ്ങനെയാണല്ലോ. ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പറയുക, നമ്മൾ കെ മുരളീധരനെ, രാജ്മോഹൻ ഉണ്ണിത്തനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? സമാനമായ സാഹചര്യമാണ് കൊല്ലത്തുമുള്ളത്. ഒരു ഭാഗത്ത് സൂസൻ കോടി, മറുഭാഗത്ത് ഈ PR വസന്തൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വന്നത്. അത് പാർട്ടിയെ സംബന്ധിച്ച് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. കാരണം അവിടെ ജില്ലാ സമ്മേളനം നടക്കുന്നതാണ്. ജില്ലാ സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുക, സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വരിക. മാത്രമല്ല ഇത്തവണ കൊല്ലം ജില്ലയിൽ CPM-ൻ്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ കായംകുളത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പ്രതിനിധികളില്ല.
അത് വലിയ വിഷയമാണ്. ജില്ലാ സമ്മേളനത്തിൽ ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പ്രതിനിധികളില്ലാത്ത ഒരു സാഹചര്യം കൊല്ലത്ത് സംജാതമായിരിക്കുന്നു. അപ്പോൾ കൊല്ലത്ത് മറ്റൊരു വ്യത്യസ്തമാണ്. കൊല്ലത്ത് ഗ്രൂപ്പിസമാണ്, മറ്റേടത്ത് മധു മുല്ലശ്ശേരിയുടെ താല്പര്യങ്ങളാണ്. ഇനി തിരുവല്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർട്ടി തന്നെ ഇടപെട്ടുകൊണ്ട് അവിടെ തിരുവല്ലയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് അടുത്ത സമ്മേളന കാലയളവിൽ പുതിയ സെക്രട്ടറി തീരുമാനിക്കുന്നു. ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിൽ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് സമ്മേളന കാലയളവോടുകൂടി പരിഹരിക്കും. തിരുവല്ലയിലെ പ്രശ്നം കുറച്ചുകൂടി ഗുരുതരമാണ്. തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണം. അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ അത് നോക്കൂ, ഈ 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ആകെ നമ്മൾക്ക് എടുത്തു പറയാൻ പറ്റുന്നത് 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങളാണ്. അത് കൊഴിഞ്ഞാമ്പാറയിലേതാണെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ സതീഷെന്നോ മറ്റോ സതീഷും അവിടുത്തെ ഈ സുരേഷ് ബാബുവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് അവിടെ ഒരു വിമത ശബ്ദമായിട്ട് മാറുന്നത്. പാലക്കാട്ടേത് ഒരു വിമത ശബ്ദമാണ്. കൊല്ലത്തേത് ഒരു ഗ്രൂപ്പിസത്തിൻ്റെ പ്രശ്നമാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ മംഗലപുരത്തേത് ഒരു വ്യക്തി താല്പര്യമാണ്. എന്നാൽ തിരുവല്ലയിലേത് കുറച്ചുകൂടി രൂക്ഷമായ ഒരു സംഘടനാ പ്രശ്നമാണ്. അത് പാർട്ടി അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എത്തിയത്. അപ്പോൾ 5 രാഷ്ട്രീയ സ്വഭാവമുണ്ട്. പക്ഷേ അത് പാർട്ടിക്ക് ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഇത് എല്ലാ കാലഘട്ടങ്ങളിലും പാർട്ടിയിലുണ്ടാവും. പക്ഷേ ഇത് പ്രാദേശിക തലത്തിൽ ഏരിയ കമ്മിറ്റി തലത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് സംസ്ഥാന തലത്തിലോട്ട് കയറുന്നില്ല. ജില്ലാതലത്തിലോ സംസ്ഥാന തലത്തിലേക്കോ ഈ ഗ്രൂപ്പിസത്തിൻ്റെയോ പ്രാദേശിക സംഘർഷത്തിൻ്റെയോ അലയൊലികൾ എത്തുന്നില്ല എന്നുള്ളതാണ് പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ളത്. പക്ഷേ താഴെത്തട്ടിലുള്ള നേതാക്കളിൽ ഇത്തരത്തിലുള്ള മോഹങ്ങളും അഭിലാഷങ്ങളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് വ്യക്തമായ പാർട്ടി രാഷ്ട്രീയ ബോധ്യമില്ലായ്മയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷം ഏരിയ സെക്രട്ടറി ആയിട്ടിരുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാൾക്ക് 42 വർഷക്കാലത്തെ പാർട്ടി ജീവിതമുള്ള മധു മുല്ലശ്ശേരിക്ക് ഞാനൊരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെയല്ലേ ജീവിക്കാൻ പറ്റൂ, അത് കോൺഗ്രസിലാണെങ്കിലോ BJP ആണോ എന്ന് തീരുമാനിക്കാം എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ അദ്ദേഹം ഇതുവരെ പറഞ്ഞിരുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊക്കെ സംശയം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അത് ദുർബലമായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ രാഷ്ട്രീയവും ആശയ അടിത്തറയും ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു അണികൾക്കിടയിലും ഏരിയ കമ്മിറ്റി പ്രവർത്തകർക്കിടയിലും എന്നുള്ളത് മധു നമ്മളോട് പറയുന്നുണ്ട്. സൂസൻ കോടിയുടെയും PR വസന്തൻ്റെയും വിഷയം നമ്മളോട് പറയുന്നുണ്ട്. പാലക്കാട്ടെ വിഷയം നമ്മളോട് പറയുന്നുണ്ട്. അത് പാർട്ടിയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് പാർട്ടിക്ക് കരുത്തു പകരണമെങ്കിൽ പാർട്ടി സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ പാർട്ടി വിദ്യാഭ്യാസമാണെങ്കിലും മാറുന്ന ഒരു ലോകത്ത് മാറുന്ന സാമൂഹിക ക്രമത്തിനനുസരിച്ച് പാർട്ടിക്കുള്ളിൽ വന്നു ചേരുന്ന ഈ വലതുപക്ഷ രാഷ്ട്രീയ വ്യതിയാനങ്ങളെ പാർട്ടി അഡ്രസ്സ് ചെയ്തേ മതിയാവൂ. അതല്ലാത്ത പക്ഷം അതൊരു ഇടതുപക്ഷത്തെ കോൺഗ്രസ് ആയിട്ട് പാർട്ടി മാറാനുള്ള സാധ്യതയുണ്ട്. അതിന് പാർട്ടിയാണ് മാറേണ്ടത്. ഇപ്പോൾ അത് ഇടതുപക്ഷത്ത് നിൽക്കുന്നു. ഇടതുപക്ഷത്തുള്ള കോൺഗ്രസ്സായി മാറാൻ വളരെ എളുപ്പമാണ്. വാതിലുകളൊക്കെ ഇങ്ങനെ തുറന്നിടുമ്പോൾ പാർട്ടി ആലോചിക്കേണ്ടതും അത് തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വെച്ചാൽ കായംകുളത്തേത് ഒറ്റപ്പെട്ടതാണ്. ഒറ്റപ്പെട്ട പല സംഭവങ്ങൾ 5 സംഭവങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അതിനുള്ളിൽ ആശയ അടിത്തറ ദുർബലമാകുന്നു എന്നൊരു പ്രധാനപ്പെട്ട വിമർശനം കൂടി അതിൽ ഉന്നയിക്കാനുണ്ട്. Meet the editors.